വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പിയാണെന്ന് ഇവിടെ കാണിക്കുന്നത്. എവിടെയെങ്കിലുമൊക്കെ പോയി വന്നിട്ട് നമുക്ക് ഒട്ടും സമയമില്ല, കറിയൊന്നും ഉണ്ടാക്കാനായിട്ട് സമയമില്ലെങ്കിൽ ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നല്ല തൈര് നോക്കി മേടിച്ചാൽ മതി, നല്ല കട്ട തൈര് നോക്കി മേടിച്ചിട്ട് ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ മീൻകറിയും, എന്നും നമ്മൾ മീൻകറിയും സാമ്പാറൊക്കെ അല്ലേ കഴിക്കുന്നത്, ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. കറിയിലേക്ക് നല്ല കട്ട തൈര് നോക്കിയിട്ട് തന്നെ വാങ്ങിക്കണം. അതേപോലെ പുളി പാടില്ല, ഒത്തിരി പുളി പാടില്ല. ഇതിന് നല്ല കട്ട തൈര് നോക്കി മേടിച്ചാൽ മതി. വെള്ളം ഒട്ടും ഇല്ലാത്ത തന്നെ വാങ്ങിക്കണം. എന്നിട്ട് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് ഒരു ദിവസം വീട്ടിലൊന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ കുറച്ചൊരു പുളി കിട്ടും. ആ ഒരു പുളി മതി ഈ കറിയിലേക്ക്. എന്നിട്ട് നന്നായിട്ട് ഇതിൻ്റെ കട്ടകളെല്ലാം ഉടച്ചെടുക്കണം. ഇന്ന് 2 തരം കറിയാണ് ഞാൻ കാണിക്കുന്നത്. ആദ്യത്തേത് ഇത് ക്യാപ്സിക്കം വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഒരു യെല്ലോ ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും റെഡിൻ്റെ പകുതിയും എടുത്തിട്ടുണ്ട്. കുറച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും. ഇനി അതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുകിട്ട് പൊട്ടിക്കാം. അതിലേക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി അങ്ങോട്ട് വഴന്നിട്ട് വെന്ത് പോകരുത്, ഒന്ന് വെന്ത് കിട്ടുന്ന പരുവായാൽ മതി. ഇനി ഈ സമയത്ത് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. നിങ്ങൾക്കിപ്പോൾ യെല്ലോയും റെഡൊന്നും ഇല്ലെങ്കിൽ വെറും ഗ്രീന് മാത്രമുള്ളെങ്കിൽ ഗ്രീനും വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇനി തൈര് എടുത്തിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. തൈരിൽ ഞാൻ കുറച്ച് ഉപ്പ് ആദ്യം ഇട്ട് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇത് ക്യാപ്സിക്കത്തിലും കൂടി ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിനി ഇതിലേക്ക് ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇത് ചൂടോടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ചോറിൻ്റെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതൊന്ന് മസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നും നമ്മൾ സാമ്പാറും അല്ലെങ്കിൽ മറ്റുള്ള പച്ചക്കറികളും മീനും ഇറച്ചിയൊക്കെ അല്ലേ കഴിക്കുന്നത്. ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ. പിന്നീട് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ട് തന്നെ കഴിക്കും. അത്രയും നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ മാത്രമൊന്നുമല്ല, ചുമ്മാ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ റെഡും യെല്ലോ ഒന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഗ്രീൻ വെച്ചിട്ട്, ഗ്രീൻ ക്യാപ്സിക്കം വെച്ചിട്ട് തന്നെ ചെയ്യാം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം. അടുത്തൊരു വീഡിയോയും കൂടി ഇതിൻ്റെ കൂടെ ഉണ്ട്. 2 വീഡിയോ ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. രണ്ടും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കറിയുടെ ഐറ്റമാണ്. രണ്ടാമത്തെ കറി റെഡിയാക്കാനായിട്ട് ഒരു വലിയ ഉള്ളിയും 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുകും ഉണക്കമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി അരിഞ്ഞെടുക്കുമ്പോൾ വളരെ നൈസായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം. വലിയ ഉള്ളിക്ക് പകരം നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി ഇട്ടിട്ട് വഴറ്റിയെടുത്താലും കറിക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒന്ന് അതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി വഴന്ന് വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി, ഒത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണ്ട. അതേപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു പരുവത്തിനാക്കി എടുത്തിട്ട് ഇനി ഇതിനെ തൈരിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ തൈര് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒട്ടും കട്ടയില്ലാതെ വേണം എടുക്കാനായിട്ട്. ഇനി ചൂടോടെ തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ തൈരിൽ ആദ്യം ഉപ്പിട്ടിട്ടാണ് ഇളക്കി എടുത്തിട്ടുള്ളത്. ഉള്ളിയിലും അതേപോലെ തന്നെ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി ഇതിനെ ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഒട്ടും ചൂടാക്കരുത്. ചൂടാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് പോവും. നല്ല കട്ടിക്കുള്ള തൈര് തന്നെ നോക്കി എടുക്കണം. ഒട്ടും വെള്ളം ഇല്ലാത്തത് തന്നെ എടുക്കണം. എങ്കിലേ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതേപോലെ നല്ല തിക്കായിട്ട് തന്നെ വരണം. എങ്കിലേ ചോറിലൊക്കെ ഒഴിച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഉപ്പൊക്കെ ഓരോരുത്തരുടെ പരുവത്തിന് നോക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇളക്കിയെടുക്കാം. അതേപോലെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയി വരുമ്പോൾ നമുക്ക് കറിയൊന്നും ഉണ്ടാക്കാനായിട്ട് സമയമില്ലെങ്കിൽ ഇത് ഇങ്ങനെ തൈരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഒരു 2-3 മിനിറ്റിൻ്റെ ഉള്ളിൽ കറി റെഡിയായി കിട്ടും. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം.